ചരിത്രം കുറിച്ച് ഫ്രാൻസിസ് പാപ്പ മെഡിറ്ററേനിയൻ ഫ്രഞ്ച് ദ്വീപായ കോർസിക്ക സന്ദർശിച്ചു. കോർസിക്ക സന്ദർശിക്കുന്ന കത്തോലിക്ക സഭയുടെ ആദ്യ പരമാധ്യക്ഷൻ എന്ന ഖ്യാതി ഫ്രാൻസിസ് പാപ്പായ്ക്ക് സ്വന്തം. ഏകദിന സന്ദർശനം പൂർത്തിയാക്കി. യേശു നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്ന ആപ്തവാക്യവുമായാണ് ഫ്രാൻസിസ് പാപ്പ ഫ്രഞ്ച് ദ്വീപായ കോർസിക്കയിൽ സന്ദർശനം നടത്തിയത്. പൗരാധികാരികളുടെയും പ്രാദേശിക സഭാധികാരികളുടെയും ക്ഷണം സ്വീകരിച്ച് തലസ്ഥാനമായ അജാസിയോയിൽ നടന്ന മതസമ്മേളനത്തിന്റെ സമാപനത്തിൽ പങ്കെടുക്കുന്നതിനാണ് പാപ്പ ദ്വീപിൽ എത്തിയത്. ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിൽ നടത്തിയ മൂന്നാമത്തെ സന്ദർശനമാണെങ്കിലും ദ്വീപായ കോർസിക്കായിൽ സന്ദർശനം നടത്തിയിരുന്നില്ല. 2014 സ്ട്രാസ്ബർഗ്, 2023 മർസെയിൽ എന്നീ ഫ്രഞ്ച് നഗരങ്ങൾ പാപ്പ സന്ദർശിച്ചിരുന്നു. അജക്സിയോയിലെ നെപ്പോളിയൻ ബോണപ്പാർട്ട് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പാപ്പായ്ക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. പാപ്പായെ സ്വീകരിക്കുന്നതിന് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ബ്രൂണോ ഉൾപ്പെടെ വിവിധ അധികാരികൾ വിമാനത്താവളത്തിൽ എത്തി. പാപ്പായെ മന്ത്രി ഹസ്തദാനമേകി സ്വീകരിച്ചപ്പോൾ 4 ബാലികാ ബാലന്മാർ ചേർന്ന് പാപ്പായ്ക്ക് പൂച്ചെണ്ടുകൾ സമർപ്പിച്ച് ആദരവ് അറിയിച്ചു. കുട്ടികളോട് കുശലം പറഞ്ഞ പാപ്പ അവർക്ക് സമ്മാനം നൽകി. തുടർന്ന് നീങ്ങിയ പാപ്പയെ വത്തിക്കാന്റെയും ഫ്രാൻസിന്റെയും ദേശീയ ഗാനങ്ങൾ മുഴക്കി സൈനിക ബാൻഡ് പാപ്പായ്ക്ക് അഭിവാദനം അർപ്പിച്ചു. സ്പെയിൻ, സിസിലി, സാർഡിനിയ, തെക്കൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 400ഓളം പേർ പങ്കെടുത്ത കോൺഫറൻസിൽ പാപ്പ സന്ദേശം നൽകി. 17ാം നൂറ്റാണ്ടിലെ സാന്താ മരിയ അസുന്ത കത്തീഡ്രലിൽ വൈദികരുമായി കൂടിക്കാഴ്ച, വിശ്വാസികളുമായുള്ള സ്നേഹ സംഭാഷണങ്ങൾ, 7000ഓളം പേരോടൊപ്പമുള്ള ദിവ്യബലി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ച എന്നിവ കോർസിക്ക സന്ദർശനത്തിന്റെ ഭാഗമായി നടന്നു. ഫ്രാൻസിസ് പാപ്പയുടെ 47ാം വിദേശ അപ്പസ്തോലിക പര്യടനമായിരുന്നു ഇത്. അപ്പസ്തോല പ്രവർത്തനം 10ാം അധ്യായത്തിലെ 38ാമത്തെ വാക്യത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ് യേശു നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്ന പാപ്പയുടെ സന്ദർശന ആപ്തവാക്യം.